മോർണിംഗ് എവ്രിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്താണ്, സാമ്പത്തിക ശാസ്ത്രത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സാമ്പത്തിക അതായത് ചിന്തകന്മാരെ കുറിച്ചും ഇതില് പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സാമ്പത്തിക ചിന്തകന്മാരെ കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അതായത് സമ്പദ്ഘടനയെ കുറിച്ചുള്ള ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷനെയാണ്. ഓക്കെ, അതായത് അവയുടെ വിതരണത്തിനെ ബേസ് ചെയ്താണ് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് പറയുന്നത് എന്താണ്? വിതരണം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ പല രീതികളിലും തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് ഉൽപാദനം നടത്തുന്നത്. അതായത് നിലമൊരുക്കൽ, പണ്ട് കാലത്താണെങ്കിൽ എങ്ങനെയാണ് നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ, ഇതൊക്കെയായിരുന്നു പണ്ടുള്ള രീതി. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക, അതായത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതില് സമൂഹത്തിൽ ആളുകളുടെ അളവ് എത്ര, അതായത് ജനസംഖ്യ എത്രയുണ്ട്, എത്ര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, എത്ര വിതരണം ചെയ്യണം, ഇതെല്ലാമാണ് ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നത്. ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. ഓക്കെ, ഒരു കാര്യമാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതായത് മുതൽ മുടക്കിന്റെ പലിശ, സംഘാടകന്റെ ലാഭം, തൊഴിലാളിയുടെ വേതനം, ഭൂമിയുടെ വാടക എന്നിവയ്ക്കായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വരുമാനം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ ഉൾപ്പെടും? ഉൽപാദനം വരും, വിതരണം വരും, ഉപഭോഗം വരും. ഇത് മൂന്നുമാണ് സമ്പദ്ഘടന എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ വളർച്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഉൽപാദനം, ഉപഭോഗം, വിതരണം. അടുത്തത് മനുഷ്യനെ കുറിച്ചും സമൂഹത്തെ കുറിച്ചുള്ള പഠനം കൂടിയാണ്. സമ്പത്തിനെ കുറിച്ചുള്ള മാത്രമല്ല, മനുഷ്യനെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര സാധനം ഉൽപ്പാദിപ്പിക്കണം എന്നറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ കൂടി ബേസ് ചെയ്തുള്ള ഒരു പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തിക ചിന്തകന്മാരുടെ സംഭാവനകളും ഈ സാമ്പത്തിക ശാസ്ത്രം വളരെയധികം പുരോഗതിയാവാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാമ്പത്തിക, അതായത് ആധുനിക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ആരാണ്? ആഡം സ്മിത്ത്. ആരാണ്? ആദം സ്മിത്ത് എന്ന് പറയും. അപ്പൊ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത്. 1723 മുതൽ 1790 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. അതായത് വ്യത്യസ്ത ആശയങ്ങളാണ് ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നൽകിയത്. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. അടുത്ത അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദം സ്മിത്ത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഗ്രന്ഥം വളരെ പ്രശസ്തമാണ്. നാച്ചർ ആൻഡ് കോസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ്. ഏതാണ്? നാച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ്. അതായത് നിങ്ങൾ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് മാത്രം ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇത് ആരുടെ ഗ്രന്ഥമാണ്? ആദം സ്മിത്തിന്റെ. ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ആദം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. അതായത് വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക എന്നാണ് നമ്മുടെ ഈ ആദം സ്മിത്ത് പറഞ്ഞത്. ഇത് ലെസേ ഫെയർ എന്ന് പറയുന്ന സിദ്ധാന്തമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്ത് സിദ്ധാന്തമാണ്? അല്ലെങ്കിൽ ആദം സ്മിത്തിന്റെ
സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ലെസേ ഫെയർ സിദ്ധാന്തം എന്നാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരേതാണ്? നാച്ചുറൽ കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ്. ചിലപ്പോ ഈ ഗ്രന്ഥത്തിന്റെ പേര് തന്നിട്ട് ഇത് ഏത് സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്റെ ബുക്കാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ആദം സ്മിത്തിന്റെ. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? ലെസേ ഫെയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഉത്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉത്പാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി ഭാഗം മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന് വേറൊരു ചിന്തകനായിരുന്നു കാറൽ മാർക്സ്. ആരാണ്? കാറൽ മാർക്സ് പറഞ്ഞ എന്താണ്? മിച്ച മൂല്യം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്? കാൾ മാർക്സ് ആണ്. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്? തൊഴിലാളിക്ക് മാത്രമാണ്, തൊഴിലാളിയാണ് തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില. ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ തൊഴിലാളികളുടെ അധ്വാനമാണെന്ന് പറഞ്ഞത് ആരാണ്? കാറൽ മാർക്സ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മൂലധനം എന്ന് പറയുന്ന കൃതി. ഇത് ആരുടേതാണ്? ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ആശയങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാറൽ മാർക്സ് വളരെയധികം സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നുമാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ. അടുത്തത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്ന് അറിയിച്ച ആളാരാണ്? ആൽഫ്രഡ് മാർഷൽ. ഇദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ഈ ബുക്സുകളെല്ലാം, ഇതിന്റെ പേരെല്ലാം നിങ്ങൾ വായിച്ച് തറവാക്കി വെക്കുക. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ, അതായത് ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആൽഫ്രഡ് മാർഷൽ. ഏത് കാലഘട്ടമാണ്? 1842 മുതൽ 1924 വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ആളാണ് ലയണൽ റോബിൻസ്. ആരാണ്? ലയണൽ റോബിൻസ്. ഇദ്ദേഹം പറഞ്ഞ എന്താണ്? സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത് പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. അതായത് നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് പറഞ്ഞത് ആരാണ്? ലയണൽ റോബിൻസ് പറഞ്ഞു. ഓക്കെ, അടുത്ത ആളാണ് പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന ആള്. അദ്ദേഹം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ആര്? പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന ആള്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്നാണ് സാമുവൽസൺ പറഞ്ഞത്. അപ്പോ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആഡം സ്മിത്ത് എന്താണ് പറഞ്ഞത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ എന്താണ്? തൊഴിലാളികൾക്ക് പ്രാധാന്യം. അതുപോലെ തന്നെ പോൾ എ സാമുവൽസൺ എന്താണ് പറഞ്ഞത്? അല്ല, ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആഡം സ്മിത്ത് പറഞ്ഞത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. അടുത്ത ആരാണ് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് എന്താണ്? തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതിലില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന് പറയുന്നത് ആരാണ്? ലയണൽ റോബിൻസ് ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പോൾ എ സാമുവൽസൺ എന്താണ് പറഞ്ഞത്? സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്നാണ് സാമ്പത്തികം എന്ന് പറഞ്ഞത് ആരാണ്? പോൾ എ സാമുവൽസൺ ആണ്. അപ്പോ ഇതൊക്കെയാണ് സാമ്പത്തിക ചിന്തകന്മാർ എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യ ഒട്ടേറെ സംഭാവനകൾ സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകുകയുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം
പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര്? ചാണക്യൻ. ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം, അത് നമ്മൾ ഇതിനു മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ചാണക്യന്റെ ഏത് ഗ്രന്ഥമാണ്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. അപ്പോ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ വളരെ അധികം പ്രയോജനപ്പെട്ടതാണ്. ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ആവശ്യമാണെന്ന് ചാണക്യൻ എടുത്തു പറയുകയുണ്ടായി. ഓക്കെ, അടുത്ത ആരാണ്? ദാദാഭായ് നവറോജി. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ആര്? ദാദാഭായ് നവറോജി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി. ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്നും ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ആര് കൊണ്ടുവന്നത്? ദാദാഭായ് നവറോജി കൊണ്ടുവന്നത്. ഏത് സിദ്ധാന്തമാണ്? ചോർച്ചാ സിദ്ധാന്തം. സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ് എന്നാണ് ആര് പറയുന്നത്? ദാദാഭായ് നവറോജി. അതായത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് ശേഖരിച്ച് അത് മറ്റുള്ള ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്ത് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരന്റെ പഠനവും വളരെയധികം സംഭാവനകൾ നൽകി. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ ഗാന്ധിജി എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞതെന്ന് നോക്കാം. ഓക്കെ, ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഇങ്ങനെ ഒരു ക്യാപ്ഷൻ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അതായത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയുടെ പുസ്തകമായിരുന്നു ഏത്? ഗാന്ധിജിയുടെ പുസ്തകമായ ഹിന്ദ് സ്വരാജ്. ഏതാണ്? ചിലപ്പോൾ ഹിന്ദ് സ്വരാജ് തന്നിട്ട് ആരുടെ പുസ്തകം എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ഗാന്ധിജിയുടെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആശയങ്ങൾ ഈ പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഗാന്ധിജി പറഞ്ഞത് എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയമാണ് സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴി തെളിച്ചത്. അതുപോലെ തന്നെ എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രസ്റ്റിഷിപ്പ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരെന്താണ്? ട്രസ്റ്റിഷിപ്പ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ് ഗാന്ധിജിയുടെ പുസ്തകം. അപ്പൊ ട്രസ്റ്റിഷിപ്പിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുതലാളി തനിക്ക് മാത്രമുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുക. ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നിങ്ങൾ വായിക്കേണ്ടത് ഗാന്ധിജിയുടെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഹിന്ദ് സ്വരാജിൽ അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. അദ്ദേഹത്തിന്റെ ആശയം ഏതാണ്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താണ്? 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അപ്പോ 1998 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അമർത്യ സെൻ. അദ്ദേഹം പറഞ്ഞ എന്താണ്? മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് വളരെ അധികം പ്രാധാന്യം നൽകുന്നതായിരുന്നു.
ഓക്കെ, ഇതാ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ചാണക്യന്റെ വാക്കുകൾ, ദാദാഭായ് നവറോജി, ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് സാമ്പത്തിക ശാസ്ത്രം ട്രസ്റ്റിഷിപ്പ് കൊണ്ടുവന്നത് നമ്മുടെ ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? അമർത്യ സെൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന നോബൽ സമ്മാനം ലഭിച്ചത്. എന്ന് 1998 ലഭിച്ച നോബൽ സമ്മാനം ലഭിച്ചത് അമർത്യ സെന്നിനാണ്. പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് ഗാന്ധിജി നൽകിയ സംഭാവന ഏതാണ്? അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജിൽ അദ്ദേഹം പറയുന്നതാണ് ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച്. എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ദാദാഭായ് നവറോജി കൊണ്ടുവന്ന സിദ്ധാന്തം എന്താണ്? ചോർച്ചാ സിദ്ധാന്തം. അടുത്ത നമ്മുടെ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് എന്ത് പഠിച്ചു? ആദം സ്മിത്തിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ആദം സ്മിത്ത്, അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലയണൽ റോബിൻസിനെ കുറിച്ച് പഠിച്ചു. ലയണൽ റോബിൻസ്, പിന്നെ പോൾ എ സാമുവൽസണിനെ കുറിച്ച് പഠിച്ചു. ഇവരുടെയൊക്കെ ചിന്തകളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ കാറൽ മാർക്സിന്റെ പുസ്തകത്തെ കുറിച്ച് പഠിച്ചു. സർപ്ലസ് വാല്യൂ കൊണ്ടുവന്നത് കാറൽ മാർക്സ് ആണ്. അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് പഠിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? ലെസ്സേ ഫയർ. ഇത് ഇത്രയും നിങ്ങൾ ഈ വ്യക്തികളുടെ പേരും അവരുടെ ഗ്രന്ഥങ്ങളുടെ പേരും തറവാക്കി വെക്കുക. ഇത് ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. വായിച്ചു വിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, നാളെ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. ഓക്കെ, സി യു അഗെയിൻ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.